ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു സോഫ്റ്റ് അപ്പമാണേ. അതും വെജിറ്റബിൾസൊക്കെ ചേർത്തുണ്ടാക്കിയ നല്ലൊരു കാണാൻ ഭംഗിയുള്ള നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ സോഡാപ്പൊടിയോ ഈസ്റ്റോ ചോറോ തേങ്ങയോ ഒന്നും തന്നെ ചേർക്കാതെ ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് ചേർത്തുണ്ടാക്കിയ ഒരു നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അരി ഞാനിതാ പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് പച്ചരിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഉഴുന്നും വേറൊരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഞാൻ ഈ അപ്പത്തിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് നിവക്കിയ വെള്ളവും വെച്ചിട്ട് ഒരു 5 മണിക്കൂർ ഇതൊന്ന് കുതിർക്കാൻ വയ്ക്കാവേ. അപ്പോൾ അതാ 5 മണിക്കൂർ കുതിർത്തെടുത്ത നമ്മുടെ ഉഴുന്ന് ചേർത്തിട്ടുള്ള അരിയാണ്, പച്ചരിയാണ്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഒറ്റ ബാച്ചായിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. കാരണം ഇതിൽ നമ്മൾ ചോറോ തേങ്ങയോ ഒന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒറ്റ ബാച്ചായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത് അരി മൊത്തവും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു ദിവസം പുളിപ്പിച്ച തേങ്ങാ വെള്ളമാണ്. ഒരു തേങ്ങയുടെ വെള്ളം പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് അലിയിച്ച് വെളിയിൽ വെച്ച് പുളിപ്പിച്ചെടുത്ത തേങ്ങാ വെള്ളമാണ്. ഇതൊന്ന് അരിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ ഒന്നും നമുക്ക് ഈ അപ്പത്തിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് നല്ല പൂ പോലെ ഇരിക്കുന്ന അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും ഇതുപോലെ ഒരു തേങ്ങയുടെ തേങ്ങാവെള്ളവും കൂടി ചേർത്ത് അരച്ച് നമ്മൾ ഒരു ദിവസം പുളിക്കാൻ വയ്ക്കുക. നല്ല സോഫ്റ്റ് പാലപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ എന്താ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല മഷിയെ അരച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മാവ് മൊത്തം ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ കാരണം ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. നമ്മൾ ഇത് ഉഴുന്ന് പരിപ്പും പിന്നെ തേങ്ങാവെള്ളവും മാത്രമേ ചേർത്തരച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് പുളിക്കാൻ വയ്ക്കാവേ. അപ്പോൾ അതാ നമ്മുടെ മാവ് ഒരു ഓവർനൈറ്റ് പുളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നത് നോക്കിയേ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട് ഇപ്പോൾ. നല്ല ബബിൾസൊക്കെ വന്നിട്ടുള്ള നല്ല സോപ്പ് പതിവ് പോലെ ഇരിക്കുന്ന മാവാണ് കേട്ടോ ഇത്. കണ്ടില്ലേ? അധികം ഒന്ന് കുത്തി ഉടയ്ക്കാതെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാവൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള മാവ് ഒരു സൈഡിൽ നിന്ന് മാത്രം ഇതുപോലെ സ്പൂണിട്ട് പതുക്കെ കോരിയെടുത്താൽ ബാക്കിയുള്ള മാവ് ഒന്നും ചെയ്യില്ല കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എടുക്കുന്നതനുസരിച്ച് ഒരേ ഭാഗത്ത് നിന്ന് കുറേശ്ശെ കോരിയെടുത്താൽ മതി. എന്നിട്ട് അടച്ച് വയ്ക്കുക. അതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള മാവ് മാത്രം കോരിയെടുക്കുന്നതേ ഉള്ളേ. അപ്പോൾ അത് ആ മാവിൻ്റെ ഒരു സൈഡിൽ നിന്ന് എനിക്ക് ആവശ്യത്തിനുള്ള മാവ് ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഈ മാവിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/4 ഭാഗം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ മിക്സ് ചെയ്ത് നോക്കി ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മാവങ്ങ് വളരെയധികം ലൂസായി പോകും. അപ്പോൾ ഇതാ ഇളക്കി കൊടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേരുമായിരുന്നു. അങ്ങനെ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി നോക്കാം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേരും. ഒരു പൊടിക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് വെള്ളം നമ്മൾ മാവിൽ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അപ്പം പിന്നെ ഉള്ളു വേവില്ല കേട്ടോ. അപ്പം ഞാൻ 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എടുത്ത വെള്ളത്തിൽ നിന്നും 1/4 ഭാഗവും അതിലും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതും
കൊത്തിയരിഞ്ഞതും, പിന്നെ ഒരു സവാള കൊത്തിയരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു 7-8 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി. അപ്പോൾ എല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ഒരു ക്യാരറ്റിൽ നിന്നും ഒരു 1.5 പിടി, സവാളയിൽ നിന്നും ഒരു പിടി, അതുപോലെ തന്നെ ബീൻസിൽ നിന്നും ഒരു പിടി, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവേ. അപ്പോൾ വെജിറ്റബിൾസ് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മാവിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റാണ്, ഉപ്പും കറക്റ്റാണ്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്നും കൂടി ഒന്ന് കലക്കി എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ തവി കോരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് ചുറ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പൊടിച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൽ നിന്നും കുറച്ച് വെജിറ്റബിൾസും കൂടി ഇതിൻ്റെ മീതെ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഒണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബീൻസ്, ക്യാരറ്റ്, പിന്നെ നമ്മുടെ മല്ലിയില. കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. മറ്റേതെല്ലാം മാവിൻ്റെ ഉള്ളിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇത് മീതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയും അപ്പം നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് 2 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. നല്ല പൊന്തി വന്നിട്ടുള്ള അപ്പമാണ്. ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവേ. സോഡാപ്പൊടിയോ ഈസ്റ്റോ തേങ്ങയോ ചോറോ ഒന്നും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കിയ നല്ല സോഫ്റ്റ് അപ്പമാണ്. നല്ല പൊന്തി വന്നിട്ടുള്ള അപ്പമാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇന്നെന്താ നമ്മുടെ വെജിറ്റബിൾ അപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. അപ്പത്തിൻ്റെ മറുവശം ഒന്ന് നോക്കിയേ, കണ്ടില്ലേ, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പം ഞാൻ ഇതൊന്ന് പുലർന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ആരോട് കൂടിയ നല്ല സോഫ്റ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെയധികം ഇഷ്ടത്തോടു കൂടി കഴിച്ചുകൊള്ളും കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പമാണ്. ഇതിൽ നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടിയോ ചോറോ തേങ്ങയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. 3/4 കപ്പ് തേങ്ങാവെള്ളം പുളിപ്പിച്ചതും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും മാത്രമേ ചേർത്തതിൽ അരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാനൊരു കുറുമക്കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. വെജിറ്റബിൾസ്, കടല, ഗ്രീൻ പീസ് എല്ലാം കൂടി ചേർത്തുണ്ടാക്കിയ കുറുമക്കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.